സർ, ഈ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു ഹർജി പരിഗണിക്കാൻ പോവുകയാണ്. ഈ കേരളം ആവശ്യപ്പെട്ടതനുസരിച്ച് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്ന് ആദ്യം കേന്ദ്രത്തോട് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയും, പക്ഷേ കേന്ദ്രം ആ ഒരു നിർദ്ദേശത്തോട് വിയോജിക്കുകയുണ്ടായത്. കാരണം ഈ ഈ ഒരു ലിമിറ്റില്ലാതെ ഇങ്ങനെ കടമെടുപ്പ് അനുവദിക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റാൻഡായിരുന്നു കേന്ദ്രം എടുത്തത്. അതിനെതിരായിക്കൊണ്ടാണ് കേരളം ഈ സുപ്രീം കോടതിയിലേക്ക് പോയത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് അത് പരിഗണിക്കുകയും, പക്ഷേ ആ ബെഞ്ച് പിന്നീട് ആ ഒരു പരിശോധന ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ ബെഞ്ചായിരിക്കാം ഒരു പക്ഷേ അത് പരിഗണിക്കുന്നത്, അറിയില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും അത് സുപ്രീം കോടതി അത് പരിഗണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സർ, ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട്, കൃത്യമായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ച് കിട്ടേണ്ടത് കേരളത്തിൻ്റെ ഒരു നീതിയുക്തമായ ആവശ്യമാണോ? മാത്രമല്ല, ഈ കേരളത്തോട് മാത്രമാണോ ഇത്തരത്തിലൊരു നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നത്? അത് കേരളത്തോട് മാത്രമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കടമെടുപ്പ് പരിധിയില്ല, വാരിക്കോരി കൊടുക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ പ്രചാരണങ്ങളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് കാണേണ്ടതാണ് കേരളത്തിന്റെ ബോറോയിങ് ലിമിറ്റാണ്. ഈ പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളും ലോൺ എടുക്കും, ലോൺ തിരിച്ചടയ്ക്കും, അല്ലെങ്കിൽ ലോങ് ടേം ലോൺ എടുക്കും, 20 കൊല്ലം 15 കൊല്ലത്തെ ലോണൊക്കെ എടുക്കും, റിസർവ് ബാങ്കിന്റെ കൂപ്പൺ ബോണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യും. ഇതൊക്കെ നടക്കുന്നതാണ്. പക്ഷെ കേരളത്തിന്റെ കേസില് ഈ ശമ്പളവും പെൻഷനാണ് ഏറ്റവും വലിയ ചെലവ്. അല്ലാണ്ട് ക്യാപിറ്റൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്കൂള് പണിയെ, സ്കൂളിൽ പിന്നെയും ക്യാപിറ്റൽ അസറ്റ് ഇല്ല, അതൊന്ന് തിരിച്ച് നിങ്ങൾക്ക് കാശ് കിട്ടില്ല. പക്ഷെ റോഡ് പണിത് നാളെ നമ്മൾ ടോൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വരുമാനമുണ്ട്, ആ കാശ് തിരിച്ചടയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു റോഡ് ഇടുമ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി അവർ ചെലവാക്കിയത് 50,000 കോടി അല്ലെങ്കിൽ 20,000 കോടിയാണെങ്കിൽ അത് ഒരു പീരിയഡ് ഓഫ് ടൈം വെച്ച് ഇൻട്രസ്റ്റും കൂട്ടിയിട്ട് എത്ര ചാർജ് ചെയ്യാം, ഒരു കാറിൻ്റെ അടുത്ത് ഒരു ബസ്സിൻ്റെ അടുത്ത് എത്ര കൊല്ലം ചാർജ് ചെയ്യാം എന്നൊരു കണക്കുണ്ടായിരിക്കും. പിന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്യും വേണം. പക്ഷെ കേരളത്തിലെ കേസ് എന്താ പറ്റുക? ഇപ്പം നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഇവർ പോയി കഴിഞ്ഞ കൊല്ലം. സുപ്രീം കോടതി ആദ്യമൊക്കെ ഇവരെ നല്ല ഓക്കെ, നിങ്ങൾ പാവം, നിങ്ങൾ എന്ത് ചെയ്യാൻ, എന്തെങ്കിലും കൊടുത്ത് തീർക്കുന്നതിന് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് എടുത്തു. കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ റെഡിയാണ്. പക്ഷെ ഇവിടെ കൊണ്ടുപോകുന്ന കാശ് എന്തിനാ ചെലവാക്കണമെന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നത്. അതായിരുന്നു എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. ഈ കാശ് നിങ്ങൾ എന്തിനു ചെലവാക്കുന്നു? ഈ കൊണ്ടുപോകുന്ന കാശ് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? അതേ വെറുതെ പെൻഷനും ശമ്പളവും ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള പരിപാടിക്കും കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ തരില്ല. നിങ്ങൾ അല്ല തന്നെ ബോറോ ചെയ്ത് അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ 2024 ഡിസംബർ വരെ കേരളത്തിൽ ഒരു ബോറോയിങ് ലിമിറ്റ് ഉണ്ടായിരുന്നു. എത്രയായിരുന്നു അത്? 21,253. ഓക്കെ, 21,253 ആയിരുന്നു. അതിപ്പോ ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ കൊല്ലം കോടതി പോയി ഞങ്ങൾക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് വേണം എന്നൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ, അത് ഗവൺമെന്റ് കൊടുത്തു. പക്ഷെ പറഞ്ഞു അടുത്ത കൊല്ലത്ത് ഇതിന്ന് ഞങ്ങൾ പിടിക്കുക. അപ്പൊ ഈ കൊല്ലത്തെ ലിമിറ്റ് ആണ് 21,253. ആലോചിച്ച് നോക്കുക, ഈ കാശാണ് ഇവര് ഓരോ കൊല്ലം ബോറോ ചെയ്യുന്നത്. ഇനി ഇവര് പറഞ്ഞ ഞങ്ങൾക്ക് 20 മതിയാവില്ല, ഞങ്ങൾക്ക് ഒരു 50 വേണം. എവിടെ കൊണ്ടുപോയി അവസാനിക്കുന്നത്? പലിശക്കാണ് കാശ് എടുക്കണം, അല്ലാണ്ട് വെറുതെ അല്ല. നമുക്കറിയാം, നമ്മളൊരു വീട് നടത്തുമ്പോ, നമുക്കൊരു വീടുണ്ടെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ ആ ശമ്പളത്തിന്റെ ഉള്ളിൽ ജീവിക്കണം. നമുക്ക് കിട്ടുന്ന ശമ്പളം എത്ര അതിനുള്ളിൽ ജീവിക്കണം. അതുകൊണ്ട് നമ്മൾ തോന്നിയ മാതിരി ചെലവാക്കല്ല ചെയ്യുക. നമുക്ക് കിട്ടുന്ന 50,000 റുപ്യ അല്ലെങ്കിൽ 1 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ടെങ്കിൽ നമുക്ക് 1,50,000 ചെലവാക്കാൻ പറ്റില്ല. കേരള ഗവൺമെന്റ് ഇതാണ് കേസ്. കിട്ടണത് 1 ലക്ഷം, ചെലവാക്കുന്നത് 2 ലക്ഷം. അപ്പൊ ഈ ബാക്കി 1 ലക്ഷം എടുത്ത് പോകും. അതാണ് ഇവർ ബോറോ ചെയ്യണത് മാർക്കറ്റിൽ. ബോറോ ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. ബോറോ ചെയ്യുമ്പോൾ ഈ എമൗണ്ട് ആര് തിരിച്ചടയ്ക്കും? അടുത്ത വരുന്ന സർക്കാർ തിരിച്ചടയ്ക്കോ? ജനങ്ങൾ തിരിച്ചടയ്ക്കോ? എവിടുന്നാണ്? ബിക്കോസ് ബേസിക്കലി കേരളത്തിന്റെ പ്രോബ്ലം എന്താണ്? കേരളത്തിന് റവന്യൂ ഇല്ല, വരുമാനം ഇല്ല. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഈ വരുമാനം നോക്കാതെ ചെലവഴിക്കുന്നു. അത് പറയുന്ന സമയത്ത് ഇവിടുത്തെ ആവശ്യങ്ങൾ നടക്കണ്ടേ എന്ന് ചോദിക്കുന്നു. പക്ഷെ കൃത്യമായൊരു പ്ലാനിങ് നടത്താനോ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനോ അതിനനുസരിച്ച് ഒരു കൃത്യമായ വരുമാനം നമുക്ക് നേടാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനോ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് കൂടുതൽ കടമെടുക്കുകയും ഓരോ ജനിച്ചു വീഴുന്ന കുട്ടിയുടെയും തലയിൽ ഓരോ കുട്ടിക്കും ഇത്രയധികം കടബാധ്യത എന്ന രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നതാണല്ലേ സർ യാഥാർത്ഥ്യം? ഇപ്പൊ ഞാൻ അതന്നെ പറയണേ. ഇപ്പൊ ഞാൻ പറയുന്ന ഫിഗർ അല്ല കേട്ടോ, ഇത് കേരള ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ബാലഗോപാൽ ജൂലൈ 2022 നിർമ്മല സീതാരാമൻ എഴുതിയ ഒരു കത്താണ്. ഇതെല്ലാ പബ്ലിക്കേഷനിലും വന്നിട്ടുണ്ട്.
ഇൻഫാക്ട് സുപ്രീം കോടതിയിലെ കോടതി ഡോക്യുമെന്റിലും ഈ ലെറ്റർ ഉണ്ട്. അതിൽ ബാലഗോപാൽ പറഞ്ഞ അന്ന് കേരളം ഇസ് ഫേസിങ് എ ഗ്രാപ്ലിംഗ് ആൻഡ് ഡൗണ്ടിങ് എ ഡെഫിസിറ്റ് ഓഫ് 23,000 crores 2022. അത് 2023 മാറിയോ? ഇല്ല. അതേ ഫിഗർ അതിനെക്കാട്ടും കൂടുതൽ ബോറോ ചെയ്യണമെന്ന് പറഞ്ഞു. 2024 വന്നപ്പോ ഇല്ല, ഇനിയും കാശ് വേണം നിങ്ങൾക്ക്. ഈ പഴയ കാശ് തിരിച്ചടച്ചിട്ടില്ല, അത് ഇനി അടയ്ക്കാൻ സമയം കിടക്കണു അതിനുള്ളത്. പുതിയ കാശ്, അപ്പൊ പലിശയുടെ മേലെ പലിശ എടുക്കണില്ല. ഈ കാശ് എടുത്തിട്ട് അവസാനം തിരിച്ചടയ്ക്കാനാവാൻ പോകുന്നതാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡും സെക്രട്ടേറിയറ്റ് ഒക്കെ പണ്ട് ഷുവർട്ടി ആയിട്ട് വെക്കേണ്ട വന്നത്. ഗവൺമെന്റ് പണ്ട് പിയർലെസ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, ഫൈനാൻസ് കമ്പനി കൽക്കട്ടയിൽ. അവരുടെ കയ്യിൽ നിന്ന് അവിടുത്തെ കേരള ഗവൺമെന്റ് ബോറോ ചെയ്തു. എനിക്ക് ഓർമ്മയില്ല അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു കോൺഗ്രസ് ആയിരുന്നു, രണ്ടുപേരും ഒന്നുണ്ടോ ആ പരിപാടിയിൽ. കാശ് സമ്പാദിച്ചുണ്ടാക്കാൻ അത് പറ്റില്ല. പണ്ട് മോഹൻലാല് ഇതിനകത്ത് ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങിയ കേസാവും ഇത്. ഒരു സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് പറ്റില്ല, അത് വരാൻ സമ്മതിക്കില്ല. അത് ചുമട്ട് തൊഴിലാളി തൊട്ട് ബാക്കിയുള്ള പരിപാടികൾ എല്ലാവരും ഇവരെ അടിച്ചോടിക്കുക അവിടുന്ന്. അതാണ് ചെയ്യുന്നത് നമ്മളവിടെ. അതേ സമയത്ത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വാതിലുകൾ മുട്ടിയിട്ടും നിസ്സഹായനായി പോകുന്ന ഒരു മനുഷ്യന്റെ കഥ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്നാണ് അവസ്ഥ? ഇതാണ്. ഇപ്പൊ ഇവര് പറയും ഞങ്ങളുടെ GST ഞങ്ങൾ ഒരു 100 റുപ്യ അടയ്ക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആകെ 50 റുപ്യ തിരിച്ചു കിട്ടുന്നുള്ളൂ. അങ്ങനെയല്ലല്ലോ. എവിടുത്തെ റോഡ് ആരാണ് ഇടുന്നത്? നാഷണൽ ഹൈവേ ആരാ ഇടുന്നത്? അവിടുത്തെ ജൽജീവൻ മിഷൻ ആരാ നടത്തുന്നത്? നിങ്ങൾക്ക് പെൻഷനുള്ള കാശ് ആരാ തരുന്നത്? ഈ പറഞ്ഞ എല്ലാത്തിനും ഗവൺമെന്റ് തിരിച്ചു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കണം എന്താ മെയിൻ ആയിട്ട്, നിങ്ങൾക്ക് എത്ര കാശ് കിട്ടിയുള്ളൂ, നിങ്ങൾക്ക് ഇനിയും വേണം, നിങ്ങൾക്ക് ഇനിയും 4,000 റുപ്യ കൂട്ടി തരണം. അപ്പൊ ഇതിനൊരു കോട്ട് ചെയ്ത എക്സാമ്പിൾ ബാലഗോപാൽ കോട്ട് ചെയ്ത എക്സാമ്പിൾ ആർട്ടിക്കിൾ 293(3) എന്ന് പറയും ആൻഡ് 293(4). ഈ 2 പോയിന്റാണ് ബാലഗോപാൽ കോട്ട് ചെയ്തിട്ട് ആർഗ്യൂ ചെയ്തത്. ദാറ്റ്സ് ദ സ്റ്റേറ്റ്, അന്ന് ഫൗണ്ടിങ് ഫാദേഴ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ പറഞ്ഞത്, ദ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് ദ യൂണിയൻ ഗവൺമെന്റ് കൺസെന്റ്, അതിന്റെ യൂണിയൻ ഗവൺമെന്റ് ചോദിക്കാതെ സ്റ്റേറ്റ് മേ നോട്ട് റേസ് എ ലോൺ ഇഫ് ദർ ഇസ് സ്റ്റിൽ എൻ ഔട്ട്സ്റ്റാൻഡിങ്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വായ്പ എടുത്തതിന്റെ ബാക്കിയുണ്ട്, അതിന്റെ മേലെ പിന്നെയും പോയി വായ്പ. ഈ കൺസെന്റ് എന്ന് പറഞ്ഞ പരിപാടിയാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ലീഗൽ പോയിന്റ്. അതാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു അഞ്ചന്റെ ഒരു ബെഞ്ച്, 5 മെമ്പർ ബെഞ്ചിലേക്ക് പോകുന്നത്. ആ ബെഞ്ചാണ് ഇനി ഇതിനെ പറ്റിയിട്ടുള്ള ഈ 293(3) and 4 പറ്റിയിട്ടുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് ഈ ഭരണഘടനാ ബെഞ്ചാണ് ഇത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ അത് കുറെ സമയം എടുക്കും, ഇങ്ങനെ 2-3 കൊല്ലം മിനിമം എടുക്കുക, നടന്നുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് കിട്ടുമോ അതും അറിഞ്ഞൂടാ. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും ഇവര്? 2024 ഇതാ കിടക്കണം, ഇനി 2025 വരും, അത് കഴിഞ്ഞ് വേറെ ഉണ്ടാവും. ഈ പ്രോബ്ലം എവിടെ നിന്ന് വരുന്നത്? കേരള ഈസ് ഓൾവേസ് ഇൻഡെറ്റഡ്. അതാണ് പ്രോബ്ലം. നമുക്ക് ഇപ്പൊ മഹാരാഷ്ട്രക്ക് ഈ പ്രോബ്ലം ഇല്ല, കർണാടകത്തിന് ഈ പ്രോബ്ലം ഇല്ല, തെലങ്കാനയ്ക്ക് ഈ പ്രോബ്ലം. തെലങ്കാനയില് ലാസ്റ്റ് 3 മാസം രേവന്ത് റെഡ്ഡി ഗവൺമെന്റ് വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ വരുമാനം കൂടി, കളക്ഷൻ കൂടി. എന്താണ് ഇവർ ഒറ്റ പൈസ വിടുന്നില്ല. അവര് GST ആവട്ടെ എന്താവട്ടെ റെയ്ഡിന്റെ മേലെ റെയ്ഡ് നടത്തി എല്ലാ പൈസ മൊത്തം കളക്ട് ചെയ്യും. അതാണ് വേണ്ടത്. പ്രോപ്പർട്ടി ടാക്സ് കളക്ട് ചെയ്ത് വീട്ടിൽ വന്ന് പ്രോപ്പർട്ടി ടാക്സ് കളക്ട് ചെയ്യും. എവിടുത്തെ മുനിസിപ്പൽക്കാരും പഞ്ചായത്തുകാരും വന്നിട്ട് നമ്മുടെ അവിടെ ചെയ്യോ? വീട്ടിൽ പോയിട്ട് കളക്ട് ചെയ്യും ആരെങ്കിലും കാശ്? ഇല്ല. അവർ പറയും വേണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ പോവാ. ഇപ്പൊ പിന്നെ ഓൺലൈൻ വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ, ഈ കളക്ഷൻ ഓഫ് ടാക്സസ് ഔട്ട്സ്റ്റാൻഡിങ്. കേരള ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ റിലീസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് പറയണം, ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വരാനുള്ള കാശ്, ഞങ്ങൾ ഡ്യൂ ആയിട്ടുള്ള കാശ് എത്രയുണ്ട്, ബാക്കിയുണ്ട്. ഇത് ബോറോയിങ് മാത്രമാവില്ല. ഈ 293 മാത്രം എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ പറ്റിയിട്ട്, ബിക്കോസ് ഈ ലോ വന്നത് തന്നെ 1935 ഈ ആർട്ടിക്കൽ 293 എന്ന് പറഞ്ഞത്. അത് 163 ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ട്. അതിലാണ് ഈ പ്രൊവിഷൻ വന്നിട്ടുള്ളത്. എനി ലോൺ വിതൗട്ട് ദ കൺസെന്റ് ഓഫ് ദ സെന്റർ അന്ന് വന്നത്. അത് പിന്നെ ഗോപാൽ സ്വാമി അയ്യങ്കാരും ഇവരൊക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ വന്നപ്പോൾ ഒക്കെ എടുത്തിട്ടതാണ്. അതിൽ ആരും ഒബ്ജക്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിലേക്ക് കടക്കാണ്ടൊക്കെ പറയാൻ പോണത് വേറെ ഒന്നല്ല. കേരളത്തിന് ഒരു ലോങ് ടേം വിഷൻ വേണം. ഇപ്പോഴത്തേക്കല്ല, അടുത്തൊരു 10 കൊല്ലത്തേക്ക് ഒരു വിഷൻ വേണം. ഞങ്ങൾ റോഡിന് എത്ര ചെലവാക്കും, ഞങ്ങൾ പാലങ്ങൾ പണി എത്ര ചെലവാക്കും, സ്കൂളുകൾ പണി എത്ര ചെലവാക്കും. പിന്നെ നിങ്ങൾ എന്തിനാ ഈ KSRTC, നിങ്ങൾ അതിൽ കിടക്കേണ്ട ആവശ്യമില്ല. KSRTC ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി, അവരുടെ കാശ് റേസ് ചെയ്തിട്ട് അവരവരുടെ ചെലവ് നോക്കിക്കോട്ടെ. നിങ്ങൾ അതിൽ കടക്കരുത്. അവർ ഇൻഡിപെൻഡന്റ് കോർപ്പറേഷനാണ്. പക്ഷെ ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഈ രാമകൃഷ്ണ മിഷന്റെ ഒരു കേസ് കേട്ടുണ്ടോ അറിഞ്ഞൂടാ. അവിടെ രാമകൃഷ്ണ മിഷന്റെ അവിടുത്തെ സ്വാമിമാർക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. അവര് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷൻ, അതാണ് തോന്നുന്നത് എക്സാക്ട് പേര് എനിക്ക് ഓർമ്മയില്ല. അതിനകത്തൊരു കോർപ്പറേഷൻ ഉണ്ട്. അവരുടെ പണി എന്താന്ന് പറഞ്ഞാൽ ഈ ബസ്സുകൾ വാങ്ങാൻ വേണ്ടി KSRTCക്ക് അവര് ഓരോ സ്ഥലത്ത് NBFC, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി ആയിട്ട് റിസർവ് ബാങ്കിന്റെ രജിസ്റ്റർ ചെയ്തിട്ട് അവര് ഡെപ്പോസിറ്റ് സ്വീകരിക്കും.
ആ ഡെപ്പോസിറ്റിൽ 9-10 ചിലപ്പോൾ 15% ഇൻട്രസ്റ്റ് കൊടുക്കും. ബാങ്കിൽ കിട്ടുന്നേക്കാൾ കുറെ കൂടുതൽ. ഉം. അതിനെന്ത് പറ്റുന്നു, ഈ രാമകൃഷ്ണ മിഷൻകാർ വന്നിട്ട് ഇവിടെ ഒരു 130-140 കോടി അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തു. എനിക്ക് മനസ്സിലായി ഈ സ്വാമിമാർ കൽക്കട്ടയിൽ നിന്ന് വന്ന് ബേലൂർ മട്ടെന്ന് വന്നിട്ട് എവിടത്തെ ഒരു സർക്കാർ കമ്പനിയിൽ കൊണ്ട് കാശിറക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പൊ ആ കമ്പനിയുടെ ഒരു തീർച്ചയായിട്ടും. ഗ്യാരണ്ടി, ബിക്കോസ് KSRTCക്ക് ആരും ബസ് വാങ്ങിക്കാനുള്ള കാശ് കൊടുക്കുന്നില്ല. ഏത് ബാങ്ക്, ഒറ്റ ഉം. ബാങ്ക് കൊടുക്കില്ല, ബിക്കോസ് തിരിച്ചടക്കില്ല. കാരണം അപ്പൊ ഇവർ ഒരു പുതിയൊരു കോർപ്പറേഷൻ തുടങ്ങി, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഫൈനാൻഷ്യൽ അങ്ങനത്തെ കോർപ്പറേഷൻ. ഇവർ കാശ് ഇറക്കി 2 കൊല്ലത്തെ ഡെപ്പോസിറ്റ് എങ്ങനെ, അത് കഴിഞ്ഞപ്പോൾ 160-150 കോടി 160 കോടിയായി. ഇവർ തിരിച്ചു വന്ന് ചോദിച്ചു, എനിക്ക് ആ കാശ് വേണം. അപ്പൊ കേരള സ്റ്റേറ്റ് ഫൈനാൻസ് കോർപ്പറേഷൻ, മറ്റേ ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കോർപ്പറേഷൻ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് 10 പൈസയില്ല, ഞങ്ങളുള്ള കാശ് മുഴുവൻ ബസ് വാങ്ങിച്ച് KSRTCക്ക് കൊടുത്തു. അപ്പൊ KSRTC തിരിച്ചു വന്നില്ലേ? KSRTC തിരിച്ചു വന്ന ക്വസ്റ്റ്യൻ ഇല്ല, അവർ കാശ് തരികയില്ലേ തിരിച്ച് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളുടെ അടുത്ത് കാശില്ല, ഞങ്ങളുടെ അടുത്തും കാശില്ല. അപ്പൊ ഈ പർട്ടിക്കുലർ കാശെവിടെ? അമൗണ്ടിന് ഗ്യാരണ്ടി നിന്നത് കേരള ഗവൺമെന്റ് ആയിരുന്നു. ആ ഇതിലാണ് ഇവർ വന്ന് ഇവിടെ കാശ് ഇറക്കിയത്. അപ്പൊ ഇവർ കേരള ഗവൺമെന്റിന്റെ അടുത്ത് പോയി. കേരള ഗവൺമെന്റ് അടുത്ത് പോയിരുന്നതാ നിങ്ങളുടെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കോർപ്പറേഷൻ. അവർ പറഞ്ഞു അവരുടെ അടുത്ത് കാശില്ല, നിങ്ങൾക്ക് 160 കോടി കിട്ടാണ്ട്, ഇത് ഭക്തജനങ്ങൾ തന്ന കാശാണ്, ഞങ്ങൾ അവിടെ ഹുണ്ടിയിലും മറ്റു സ്ഥലത്തും വന്ന കാശാണ്, ഞങ്ങൾക്ക് തിരിച്ചു വേണം, നിങ്ങൾക്ക് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണ്ടേ. സ്വാമി വിവേകാനന്ദൻ തുടങ്ങി വെച്ച ആ രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ പരമഹംസ, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള രാമകൃഷ്ണ മിഷനാണത്. അവിടെയുള്ള ആ കാശ് അവസാനം ഇവർ കോടതി പോയി. കോടതി ചോദിച്ചു എന്ത് പറ്റി സാർ, ഇവരാരും കാശ് തരുന്നില്ല ഞങ്ങൾക്ക്. ഇവർ ചോദിച്ച കാശില്ല, കേരള ഗവൺമെന്റ് ചോദിച്ചു ഞങ്ങളുടെ അടുത്തും കാശില്ല, ഞങ്ങളെന്താ ഞങ്ങളുടെ അവിടുത്തെ ഓഡിറ്റേഴ്സിന്റെ അടുത്ത് എന്താ പറയാ, ഞങ്ങളുടെ അവിടെ വരുന്ന ഒരു ഈ ഭക്തന്മാരുടെ അടുത്ത് എന്താ പറയാ, ഞങ്ങളുടെ കാശ് പോയി. 160 കോടി ഒരു ചില്ലറ പൈസയല്ല, നല്ല വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ ഈ കാശ് കിട്ടിയിട്ട് അവസാനിപ്പിക്കാനുള്ള കേസ് എന്താ എന്നുള്ളത്. ഈ അവസാനം കുറെ ഡെഡ് ലൈൻ കൊടുത്തു, നിങ്ങൾ നാളെ കെട്ടണം, മറ്റന്നാൾ കെട്ടണം, കോടതി കുറെ ഡെഡ് ലൈൻ. പക്ഷെ അതൊന്നും ഉണ്ടായി തോന്നുന്നില്ല. ഞാനിത് പറയാൻ കാരണം, ഒരു എക്സാമ്പിൾ പറയാൻ കാരണം, നമ്മുടെ അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു മെന്റാലിറ്റി എന്താന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ്. നല്ല കാര്യമാണ്, വെൽഫെയർ സ്റ്റേറ്റ് വേണം, പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയും എടുത്ത് കുറെ പേര് ഇറങ്ങും റോട്ടിൽ, പിന്നെ നിങ്ങൾ നാണം കടിച്ചിരിക്കുക അതിന് വേണ്ടിയിട്ട്. പക്ഷെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കണം. നിങ്ങൾ പെൻഷൻ കൊടുത്തോളൂ, ആരും വേണ്ടെന്ന് പറയില്ല, പക്ഷെ പാവപ്പെട്ടവർക്ക് വേണ്ടവർക്ക് കൊടുക്കണം. എവിടെ എന്താന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലം ശമ്പളം കൂട്ടും, ശമ്പളത്തിന് 5-5 കൊല്ലം കൊണ്ട് ശമ്പളം കൂട്ടും, പെൻഷൻ കൂട്ടും, അതിന്റെ മേലെ വേറെ അലവൻസസ് കൂട്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ വായ്പ എഴുതി തള്ളലും അതും ഇതൊക്കെ ഉണ്ട്. ഇതിൽ വരുമ്പോൾ എന്ത് പറ്റുന്ന, കിട്ടുന്ന 100 റുപ്യയിൽ നിങ്ങൾ 99 റുപ്യ ചെലവാക്കും, പിന്നെ ബാക്കി എവിടെ കാശ് തിരിച്ചടയ്ക്കാൻ വരെ പറയേ വേണ്ട, അതില്ല. അപ്പൊ നമ്മളൊരു വീടായാലും, ഞാനത് പിന്നെയും ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, വീടായാലും ഒരു കമ്പനി ആയാലും ഒരു സർക്കാർ ആയാലും ഒരു ഫൈനാൻഷ്യൽ പ്രൂഡൻസ് വേണം നമുക്ക്. ഇതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ വെനസ്വേല ആക്കി മാറ്റരുത്. വെനസ്വേല പോയ പോക്ക് നമ്മളെല്ലാവരും കണ്ടു, അല്ലെങ്കിൽ ശ്രീലങ്ക പോയ പോക്ക് നമ്മൾ കണ്ടു. ശ്രീലങ്ക എങ്ങനെ പിടിച്ചു നിന്നു. പാകിസ്ഥാന്റെ സ്റ്റേറ്റ് ഇപ്പൊ കാണാം നമുക്ക്. കാശില്ല, 10 പൈസ ചില്ലറ കാശില്ല അവരെ ഉള്ളത്. IMF-ഉം വേൾഡ് ബാങ്കിന്റെ നിന്ന് അവർ പോയി വാങ്ങുന്നത്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പറഞ്ഞ പരിപാടി, ഇവരുടെ പരിപാടി ശ്രീലങ്ക പഠിപ്പിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് വെൽഫെയറിന് വേണ്ടി, അതായത് വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ, കൃത്യമായ വരുമാനം വരാതെ അമിതമായി കടമെടുത്തുകൊണ്ട് വെൽഫെയറിന് വേണ്ടി മാത്രം, അല്ലാതെ പ്രൊഡക്റ്റീവായിട്ട് ഒരു പദ്ധതികളും കൊണ്ടുവരാതെ ശ്രമിക്കുന്നത് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ കൃത്യമായ പാഠമാണ്. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിക്കൊണ്ടും കൂടെയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു കാര്യത്തിന് അനുമതി കൊടുക്കുമ്പോൾ അതിനൊരു ചെറിയ ലിമിറ്റേഷൻ അവർ വെക്കുന്നത്. പക്ഷെ അതിനെയും മറികടന്നുകൊണ്ടാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വെൽഫെയർ സ്കീം കളിച്ചുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ അപകട സാധ്യതകളെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് വേറൊരു തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ കളികൾ നടത്തുന്നത്, അല്ലേ സർ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ കേരളത്തിന്റെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അസറ്റ് ഇല്ല. നിങ്ങളൊരു പാലം പണിതോ റോഡ് പണിതോ ആ കാശെടുത്ത് മീനിങ് ഉണ്ട് അതിന്. പക്ഷെ ഈ പറഞ്ഞ നിങ്ങൾ അതല്ല ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്റ്റേറ്റ് അവരെന്ത് ചെയ്യുന്ന, ആദ്യത്തെ വേറൊരു പരിപാടി ഉണ്ട് ഇവര്. സർക്കാർ കാശ് വാങ്ങിച്ചു അവസാനം കാശില്ലാണ്ടാവുമ്പോ ഈ പറഞ്ഞ മാതിരി സ്റ്റേറ്റിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് GSDP. ഈ 15th ഫൈനാൻസ് കമ്മീഷനാണ് ഈ അമൗണ്ട് ഡിസൈഡ് ചെയ്യുന്നത്, എത്ര കാശാണ് ഇവർക്ക്. അല്ലാണ്ട് കേന്ദ്രം എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. 15th ഫൈനാൻസ് കമ്മീഷൻ പറയും, ഓക്കെ കേരളത്തിന് എത്ര കൊടുക്കാം, കേരളത്തിന് ഈ കൊല്ലം എത്ര കാശ് കൊടുക്കാം എന്നുള്ള അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ആ ഡിസൈഡ് ചെയ്യുന്ന അമൗണ്ട് ആണ് കേരളത്തിന് ഈ പറഞ്ഞ മാതിരി 2024 ആവട്ടെ, കേരളത്തിന് ഈ കൊല്ലാവട്ടെ ഈ 39,000 കോടി അല്ലെങ്കിൽ 28 അങ്ങനെ റെഡ്യൂസ് ചെയ്ത് 28 ആക്കി 28,830 crores ആണ് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ കേരളത്തിന് ബോറോ ചെയ്യാൻ പറ്റുന്ന ഒരു അമൗണ്ട് ആയിട്ട് വരുന്നത്. ഈ അമൗണ്ട് ആണ് കേരളം ബോറോ ചെയ്യേണ്ടത്. പക്ഷെ ഈ ബോറോ ചെയ്തിട്ട് ആ കാശ് എവിടെ കൊണ്ട് ചെലവാക്കും? എടുത്ത കാശിന് പലിശയ്ക്ക് അടയ്ക്കാനാണ് കാശ് എടുക്കുന്നത്. നമ്മുടെ ഈ
ചില പയ്യന്മാര് ഈ യങ്സ്റ്റേഴ്സ് ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കും, പിന്നെ അതിൽ നിന്ന് വേറെ ക്രെഡിറ്റ് കാർഡിന് അമൗണ്ട് പേ ചെയ്യും, പിന്നെ മൂന്നാമത്തെ ക്രെഡിറ്റ് കാർഡിന് അമൗണ്ട് പേ ചെയ്യും. ഇതാണ് കേരള ഗവൺമെന്റ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് 3.4% ഓഫ് GSDP ആണ്. റവന്യൂ ഡെഫിസിറ്റ് ഉള്ളത് 2.12% ആണ്. അപ്പൊ ഈ 2022 റിപ്പോർട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതില് 4, 1, 2, 3, 5 രാഷ്ട്രങ്ങൾ ആർ എക്സ്ട്രീംലി ഹൈലി ഇൻഡെറ്റഡ് എന്ന് പറഞ്ഞാൽ കാശില്യ പാപ്പരായത് 5 സംസ്ഥാനങ്ങൾ. അതിൽ കേരളം ഉൾപ്പെടും. കേരള, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, പഞ്ചാബ്, രാജസ്ഥാൻ. ഈ പറഞ്ഞ സംസ്ഥാനങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് ഇവർ പൊളിഞ്ഞ് പാടിച്ചായിട്ട് കിടക്കുന്നത്. ഇവരൊരു കാശില്ലാണ്ട് ഇവർ എന്ത് ചെയ്യും? എവിടെ പോവും? എവിടെ പോയിട്ട് ബോറോ ചെയ്യും? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവരെങ്ങനെ ബോറോ ചെയ്യും, എവിടെ നിന്നാണ് ഇത് കാശ് തിരിച്ചു കൊടുക്കുക എന്നുള്ളതിനാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഈ കാശ് തിരിച്ചു കൊടുക്കില്ല, ഞങ്ങളുടെ അടുത്ത് കാശില്ല, നിങ്ങൾക്ക് ഇനിയും കാശ് വേണം, കാശ് തന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകും? ഇതാണ് ഇവർ പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും പല പ്രചാരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വരുമ്പോൾ ഭരണഘടനാ ബെഞ്ചാണ് അത് കൃത്യമായിട്ട് അത് വിശകലനം ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു വിധി വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അമിതമായിട്ട് വരുമാനം കാണാതെ നമ്മൾ വരുമാനത്തെക്കാൾ കൂടുതൽ കടമെടുത്തുകൊണ്ട് ചെലവഴിക്കുന്നത് വളരെ വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണ് സാറിന്റെ വാക്കുകളിലൂടെ മനസ്സിലാവുന്നത്. എന്തായാലും നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.